വാഹനം എന്നൊക്കെ നമ്മളെല്ലാവരും വാഹനം ഓടിക്കുന്നവരാണ്. ബൈക്കായിട്ടും സൈക്കിളായിട്ടും ഓട്ടോറിക്ഷയായിട്ടും ലോറിയായിട്ടും ബസ്സായിട്ടും കാറായിട്ടും എപ്പോഴും വുളു ഉണ്ടായിരിക്കുക. നമ്മുടെ റോട്ടിലൂടെയാണ് ഈ പോണത്. എന്താണ് ഈ റോഡ് എന്നൊക്കെ നമുക്കറിയാലോ. എങ്ങനെയാണ് മനുഷ്യന്മാർ വാഹനം ഓടിക്കുന്നത്? എപ്പോഴും മരണത്തിന്റെ ഇഞ്ചോടിഞ്ച് ചേർന്ന് നിൽക്കുന്നുകൊണ്ടാണ് നമ്മുടെ ജീവിതം. വുളു ഉണ്ടായിരിക്കുക. എങ്ങാനും റോഡിൽ ആക്സിഡന്റ് ആയിട്ട് മരിക്കാൻ വുളുവിന്റെ അവസ്ഥയിൽ മരിക്കാൻ പറ്റിയേക്കും. ഹോസ്പിറ്റലിലേക്ക് കുട്ടികളെടുത്ത് ഓടുകയാണ്, ഓട്ടോറിക്ഷയിൽ പോവാണ്, വേഗം വുളു എടുക്കും. ഉമ്മ നീ വുളു എടുത്തിട്ട് പോ, അല്ലെങ്കിൽ പെങ്ങളെ നീ വുളു എടുത്തിട്ട് പോ, അല്ലെങ്കിൽ കൂട്ടുകാരനോട് ജ്യേഷ്ഠനോട് അനിയനോട് ഓർമ്മിപ്പിച്ചു കൊടുക്കുക, വുളു കൊടുക്കുക. വുളു മുറിഞ്ഞോ ഉടനെ വുളു എടുക്കുക. എപ്പോഴാണ് എങ്ങനെയാണ് മരിക്കാന്ന് അറിയില്ലല്ലോ. കിടന്നുറങ്ങാൻ പോകും എന്ത് ചെയ്യുക? വുളു എടുക്കുക. ഇദാ തൈത മൽജഅക ഫതവല്ല വുളുഅക ലിസ്സലാ. കിടന്നുറങ്ങാൻ വേണ്ടി റൂമിലേക്ക് ചെല്ലുമ്പോൾ നിസ്കരിക്കാൻ വുളു എടുക്കുന്ന പോലെ വുളു എടുക്കണമെന്ന് റസൂലുള്ളാഹി. ഉറങ്ങാൻ നിൽക്കുകയാണ്, നിസ്കരിക്കാൻ പോകുമ്പോൾ എങ്ങനെ വുളു എടുക്കുക? അങ്ങനെ വൃത്തിയായിട്ട് വുളു എടുത്തിട്ട് റൂമിലേക്ക് ചെല്ലുക. അപ്പൊ നമ്മൾ ശാഫിഈ മദ്ഹബ് അനുസരിച്ച് ഭാര്യനെ തൊട്ടാ വുളു മുറിയലോ? മുറിഞ്ഞോട്ടെ. ഉറങ്ങിയ വുളു മുറിയില്ലേ? അതിന് പ്രയാസമില്ല. കിടക്കാൻ വേണ്ടി ബെഡ്റൂമിലേക്ക് എത്തുമ്പോൾ നിനക്ക് വുളു ഉണ്ടായിരിക്കണം. അത്രേ ഉള്ളൂ വിഷയം. വുളുവിന്റെ അവസ്ഥയിലാണ് റൂമിലേക്ക് ചെല്ലേണ്ടത്. കിടന്നുറങ്ങാൻ വേണ്ടി ഒരുങ്ങി ചെല്ലുമ്പോൾ വുളുവിന്റെ അവസ്ഥയിൽ ചെല്ലണം. അത് തിരുനബിയുടെ സുന്നത്താണ്. ഇദാ അതൈത മൽജഅക ഫതവല്ല വുളുഅക ലിസ്സലാ. അങ്ങനെ വുളുവിന്റെ അവസ്ഥയിൽ കടന്നാൽ പൈശാചികമായ സ്വപ്നങ്ങൾ ഉണ്ടാവില്ല, മോശപ്പെട്ട പേടിപ്പിക്കുന്ന സ്വപ്നങ്ങളില്ല. പിന്നെ മരിക്കുകയാണെങ്കിൽ പോലും മാലാഖമാർ വുളു ചെയ്ത അവസ്ഥയിലാണ് മനുഷ്യനെ സ്വീകരിക്കുന്നത്. എന്തോരു സൗഭാഗ്യമാണ്. അതൊക്കെ നല്ല മരണത്തിന് കാരണങ്ങളാണ്. ഹുസ്നുൽ ഖാതിമത്ത് അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് നല്ല മരണം തരട്ടെ. ആമീൻ യാ റബ്ബൽ. എത്രയോ ഷഹീദുമാർ, ഇപ്പറഞ്ഞ ഷഹീദുകളിൽ ഏതെങ്കിലും ഒന്നിൽ പെടാനുള്ള ഭാഗ്യം നമുക്കുണ്ടാവണം. അല്ലാഹു നമുക്കത് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എത്രയെല്ലാം ഷഹീദുകളാണ്. അൽ മബ്തൂൻ. ഉലമാ പറയാ, ശരീരത്തിന്റെ ഉള്ളിൽ എന്ത് അസുഖം വന്ന് മരിക്കുന്നുണ്ടോ ഷഹീദാണെന്നാണ്. ശരീരത്തിന്റെ ഉള്ളിൽ, മബ്തൂൻ വയറിന്റെ മാത്രമല്ലെന്നാണ്. ശരീരത്തിന്റെ ഉള്ളിലുള്ള ക്യാൻസർ വന്നു, ബ്രെയിൻ ട്യൂമർ വന്നു, ഷഹീദിന്റെ കൂലി കിട്ടും. നമ്മൾ വിചാരിക്കും അതൊക്കെ അള്ളാഹു ദുന്യാവ് തന്നെ നരകം കൊടുത്തു. അങ്ങനെയൊന്നും പറയരുത്. അള്ളാഹു സ്വർഗം കൊടുക്കാൻ, ഷഹീദിന്റെ കൂലി കൊടുക്കാൻ കൊടുത്ത അസുഖമായിരിക്കും. നമുക്കറിയില്ലല്ലോ. അതിനൊക്കെ കൂലിയുണ്ട്. അതൊക്കെ ഷഹീദിന്റെ പ്രതിഫലങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിമാർ, അവിടുത്തെ അനുചരന്മാർ, ഹബീബ് തങ്ങൾ തന്നെയും സ്വർഗത്തിലേക്ക് സ്വർഗം കണ്ടുകൊണ്ട് യാത്ര പുറപ്പെട്ടവരാണ്. ഹുസ്നുൽ ഖാതിമയുടെ ഒരുപാട് അടയാളങ്ങൾ നമ്മുടെ ഹദീസിന്റെ കിതാബുകളിൽ കാണാൻ കഴിയും. മഹാനായ ഹൻദലത്ത് ഇബ്നു അബീ ആമിർ റളിയല്ലാഹു തആല അൻഹു യുദ്ധത്തിലേക്ക് പോയവരാണ്. കല്യാണത്തിന്റെ അന്ന്, വിവാഹം കഴിഞ്ഞ അന്ന് പുതിയാപ്പിളയായി അറയിൽ കഴിഞ്ഞുകൂടേണ്ട നേരത്താണ് യുദ്ധത്തിന് വരണമെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ വിളിയുണ്ടായത്. ആ വിളിക്കുത്തരം കൊടുക്കാൻ വേണ്ടി ബെഡ്റൂമിൽ നിന്ന് സ്വന്തം ഭാര്യയുടെ കൂടെ കടന്നതിന്റെ ശേഷം ജനാബത്തിന്റെ കുളി പോലും കുളിക്കാൻ സമയം കിട്ടാതെ അള്ളാഹുവിന്റെ ശത്രുക്കൾ ഈ ദീനിനെതിരെ പടപൊരുതാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ആ ഒരു മണിയറയിൽ നിന്ന് എഴുന്നേറ്റോടിയ പുതിയാപ്പിളയാണ് മഹാനായ ഹൻദലത്ത് ഇബ്നു അബീ ആമിർ റളിയല്ലാഹു തആല അൻഹു. അബൂ സുഫിയാൻ എന്നവരെന്ന മറുപക്ഷത്തുണ്ട് യുദ്ധത്തിൽ. അബൂ സുഫിയാൻ എന്നവരെ വധിക്കാൻ വേണ്ടി വാളെടുത്ത് ഓങ്ങി നിൽക്കുമ്പോഴാണ് ശത്രുപക്ഷത്ത് നിന്നും ശദ്ദാദ് ഇബ്നുൽ ഔസ് എന്ന് പറയുന്ന ആള് വന്ന് ഹത്താ ഖതലഹ്, ബഹുമാനപ്പെട്ടവരെ വധിക്കുന്നത്. മഹാനായ ഹൻദലത്ത് റളിയല്ലാഹു അൻഹു ഷഹീദായി വീഴുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബികളും അവരുടെ പരിശുദ്ധമായ ജനാസ എടുക്കാൻ വേണ്ടി ചൊല്ലുമ്പോൾ ഒരു മഴ പോലും പെയ്തിട്ടില്ലാത്ത യുദ്ധഭൂമിയിൽ വെള്ളം തളം കെട്ടി നിൽക്കുന്നു. വെള്ളം തളം കെട്ടി നിൽക്കുന്നുണ്ട്. ചുറ്റുവശത്ത് എവിടെയും മഴവെള്ളമില്ല, എവിടെയും വെള്ളമില്ല. ആരും വെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ടില്ല. ഒരേ ഒരു ഷഹീദിന്റെ അരികത്ത് മാത്രം വെള്ളമുണ്ട്. മണ്ണിൽ മണ്ണാകെ വെള്ളം കുടിച്ചു നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ മാലാഖമാർ ജനാബത്ത് കുളിപ്പിക്കാൻ വേണ്ടി വെള്ളം കൊണ്ടുവന്ന് കുളിപ്പിച്ചു കൊണ്ടുപോയ സ്വഹാബിയാണ് ഹൻദലത്ത് ഇബ്നു അബീ ആമിർ റളിയല്ലാഹു തആല അൻഹു. എന്തോ ഒരു പോക്കാണത്, സ്വർഗ്ഗത്തിലേക്ക് പോയ പോക്കായിരുന്നു അത്. ഹൻദലത്ത് ഇബ്നു അബീ ആമിർ ഗസീലുൽ മലായിക, മാലാഖമാർ കുളിപ്പിച്ച ആളെന്നാണ് പേര്. എന്റെ സ്വന്തം ഭാര്യയുടെ കൂടെ കടന്ന് ഒന്ന് കുളിക്കാനുള്ള അവസരം പോലും കിട്ടുന്നതിന്റെ മുമ്പാണ് യുദ്ധത്തിലേക്ക് ഓടിയത്. പുതിയാപ്പിളെ താഴത്തേക്ക് വിളിച്ചാൽ കിട്ടുമോ? നമ്മള് പുതിയാപ്പിളരൊക്കെ അറേ കയറിയിരുന്നാല് യുദ്ധത്തിലേക്കാണ് ഈ പോയത്. യുദ്ധത്തിലേക്ക്. സുബ്ഹാനല്ലാഹ്.
എന്താ ഈമാനൊക്കെ? നമ്മളൊക്കെ സ്വഹാബത്തിന്റെ പേര് പറയാൻ നമ്മളെ കൊണ്ടൊക്കെ പറ്റുമോ എന്ന് പേടിയായി പോയി. എന്താണ് ഇവരൊക്കെ ചെയ്ത്? നമുക്കൊക്കെ ഇതിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമ്മളൊക്കെ എന്താ, നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ. വലിയ ഉത്തരവാദിത്തമാണ്. ഒന്നും ചെയ്തിട്ടില്ല. സ്വഹാബികളൊക്കെ ചെയ്ത ത്യാഗം കേൾക്കുമ്പോൾ എന്താ നമുക്കൊക്കെ പേടിയാവുകയാണ്. യാ അല്ലാഹ്, വസീലുൽ മലായിക, അല്ലാഹുവിന്റെ മലക്കുകളെ കുളിപ്പിച്ചത് ഹൻദലത്ത് റളിയല്ലാഹു അൻഹുവിനെ. വേറെ ഒരു സ്വഹാബിയുണ്ട്, അംറു ബിൻ സാബിത്തുൽ അസ്വീരി റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ തങ്ങൾ അവരെ സംബന്ധിച്ച് പറഞ്ഞത്, സ്വർഗ്ഗത്തിലേക്ക് പോയി വലവലം യുസല്ലി ലില്ലാഹി സ്വലാതൻ ഖത്തു, ഒരിക്കൽ പോലും അല്ലാഹുവിനെ നിസ്കരിക്കാനുള്ള സമയം കിട്ടാത്ത ഒരു സ്വഹാബി. നിസ്കരിക്കാൻ നേരം കിട്ടിയിട്ടില്ല ജീവിതത്തിൽ, ഒരിക്കൽ പോലും ഒരു നിസ്കാരത്തിന് നേരം കിട്ടിയിട്ടില്ല. ഏതാനും മണിക്കൂറുകളെ മുസ്ലിമായിട്ടുള്ളൂ. ഒരു നിസ്കാരത്തിന്റെ സമയമാവുന്നതിന്റെ മുമ്പേ മുസ്ലിമായി ഉടനെ യുദ്ധത്തിലേക്ക്. അങ്ങനെ ഷഹീദായ സ്വഹാബിയാണ് അംറു ബിൻ സാബിത്തുൽ അസ്വീരി റളിയല്ലാഹു തആല അൻഹു. തന്റെ കുടുംബക്കാർ ഇസ്ലാമിനെതിരെ ബനു അബ്ദുൽ അഷ്ഹൽ മുസ്ലിമീങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ വന്നപ്പോ ആ സൈന്യത്തിൽ മുസ്ലിമീങ്ങളുടെ പക്ഷം ചേർന്ന മനസ്സുകൊണ്ട് മുസ്ലിമാണ്, പക്ഷേ നാട്ടുകാരോട് പറയാൻ പേടിയായിരുന്നു. അങ്ങനെ ഉണ്ടാവും ചില ഹിന്ദു സഹോദരന്മാർ. ഇസ്ലാമിനെ പറ്റി മനസ്സിലാവുന്നുണ്ടാവും, ഏതെങ്കിലുമൊക്കെ വാള് പ്രഭാഷണങ്ങൾ ഇസ്ലാമിനെ പറ്റി അറിഞ്ഞിട്ടുണ്ട്, പക്ഷെ കുടുംബങ്ങളെ പേടിച്ച് മുസ്ലിം ആവാൻ പേടിയാണ്. അങ്ങ് തുറന്നു പറയാൻ പേടി. നിസ്കരിക്കുന്നുണ്ടാവും വീട്ടുകാരറിയാതെ, അള്ളാഹുൽ വിശ്വാസമുണ്ട്, പക്ഷെ തുറന്നു പറയാൻ പറ്റുന്നില്ല. അങ്ങനെ മുസ്ലിമായ മഹാൻ അംറു ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹു യുദ്ധക്കളത്തിൽ കിടക്കുമ്പോ ബനു അബ്ദുൽ അഷ്ഹൽ അവരുടെ നാട്ടുകാരോ ബന്ധുക്കളോ ഉണ്ടോ യുദ്ധക്കളത്തിൽ എന്ന് നോക്കി ഇങ്ങനെ വരുമ്പോ മഹാനായ ഈ സ്വഹാബിയുണ്ട് യുദ്ധക്കളത്തിൽ. എന്തൊക്കെയോ ചൊല്ലി പറഞ്ഞിങ്ങനെ കിടക്കുന്ന ഒരു കടത്തം കണ്ടപ്പോ അവര് ചോദിച്ചു, യാ അംറു ബിൻ സാബിത്ത്, അംറു ബിൻ സാബിത്തെ, എന്താണ് നിങ്ങൾ ഈ യുദ്ധത്തിലേക്ക് വരാൻ കാരണം? എന്താണ് യുദ്ധത്തിലേക്ക് വരാൻ കാരണം? നിങ്ങൾ വന്നത് മുസ്ലിമീങ്ങളെ സഹായിക്കാനാണോ അതല്ല ഞങ്ങളെ സഹായിക്കുവാനാണോ? അദ്ദേഹം പറഞ്ഞു, ബൽ റഗ്ബതൻ ഫിൽ ഇസ്ലാം, ഞാൻ മുസ്ലിമായി വന്നതാണ്. ആമൻതു ബില്ലാഹി വ റസൂലിഹി, ഞാൻ അല്ലാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിച്ചിരിക്കുന്നു. എന്നിട്ട് തുമ്മ ഖാതൽതു മഅ റസൂലില്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ പക്ഷം ചേർന്നാണ് യുദ്ധം ചെയ്തത്. ഹത്താ അസ്വാബനി മാ തറൗൻ, നിങ്ങൾ ഈ കാണുന്ന മുറിവുകളും അസുഖങ്ങളും ഒക്കെ എന്റെ ശരീരത്തിൽ കുത്തി തറച്ചത് ഞാൻ നബിക്ക് വേണ്ടി യുദ്ധം ചെയ്തതാണ്, അല്ലാഹുവിന് വേണ്ടി യുദ്ധം ചെയ്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തോട് വിട പറഞ്ഞ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ഒരു നിസ്കാരത്തിന്റെ സമയം പോലും ആകുന്നതിന് മുമ്പ് ഷഹീദായി മരിച്ചുപോയ മഹാനാണ് അംറു ബിൻ സാബിത്തുൽ അസ്വീരി റളിയല്ലാഹു തആല അൻഹു. നബി തങ്ങളോട് കഥ പറഞ്ഞപ്പോ ഹബീബ് പറഞ്ഞു പോയത്, ഹുവ മിൻ അഹ്ലിൽ ജന്ന, ഹുവ മിൻ അഹ്ലിൽ ജന്ന. അംറു ബിൻ സാബിത്തുൽ അസ്വീരി സ്വർഗ്ഗവാസിയാണ്, സ്വർഗ്ഗവാസിയാണ്, സ്വർഗ്ഗത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാലിന് അസുഖമുള്ള ഒരു സ്വഹാബിയുണ്ട്, അംറു ബിനുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു. കാലിന് മുടന്തായിരുന്നു. ഉഹദ് യുദ്ധം വന്നപ്പോ മക്കള് വിട്ടില്ല, വാപ്പാ നിങ്ങൾ യുദ്ധത്തിന് വരരുത്, ഞങ്ങൾ പോകാം. ഉഹദ് യുദ്ധം വന്നപ്പോ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, നബിയേ എന്റെ മക്കളോ എന്നെ ബദറിലേക്ക് വിട്ടില്ല, ഉഹദിലെങ്കിലും എനിക്ക് വരണം നബിയേ. അംറു ബിനുൽ ജമൂഹ്, നിങ്ങളുടെ കാലിന് മുടന്തുണ്ടല്ലോ, നിങ്ങൾ എന്തിന് വരണം? അല്ല നബി, എനിക്കൊന്ന് വരണം, എനിക്കൊന്ന് വരണം. എന്നിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു നബിയേ, എന്റെ ഈ മുടന്തം കാലുകൊണ്ട് വേച്ച് നടക്കുന്ന കാലുകൊണ്ട് സ്വർഗത്തിൽ കടക്കണമെന്ന് ആഗ്രഹമുണ്ട് നബിയേ. എന്നാ പോയിക്കോളൂ. എങ്ങനെയാ തടയാൻ പറ്റിയ? 70ഓളം വയസ്സെന്നായിട്ടുണ്ട് അംറു ബിൻ ജമൂഹ് ഞങ്ങൾക്ക്. 70 വയസ്സ്, കാലിന് മുടന്തും, യുദ്ധത്തിന് പോവേണ്ടതില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ. എനിക്ക് പോകണം നബിയേ, എന്റെ മുടന്തം കാലുകൊണ്ട് സ്വർഗം എനിക്ക് വേണം. അങ്ങനെ ഉഹദ് യുദ്ധത്തിലേക്ക് പോയി ഷഹീദായ സ്വഹാബിയാണ് അംറു ബിനുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു. നെറ്റിയിൽ മുറിവ് തറച്ചിരുന്നു, ഒരു അമ്പ് തറച്ചു നെറ്റിയിൽ. ആ അമ്പ് ഇങ്ങനെ പിടിച്ച് പറിച്ചെടുത്ത് എടുക്കാൻ കിട്ടിയില്ല, ചോര വന്നു, കൈ ഇങ്ങനെ നെറ്റിയിൽ പിടിച്ച് അങ്ങനെ വഫാത്തായ സ്വഹാബിയാണ്, ഷഹീദാൻ ഈ മുടന്തുള്ള സ്വഹാബി അംറു ബിനുൽ ജമൂഹ് റളിയല്ലാഹു തആല. സ്വഹാബത്ത് ഇങ്ങനെ മറവയ്യാം. ഉഹദിന്റെ താഴ്വര ഉംറക്ക് പോകുമ്പോൾ കാണുന്നില്ലേ ഉഹദിന്റെ താഴ്വര, ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദായി കിടക്കുന്ന ആ സ്ഥലം, ശുഹദാ ഉഹദ് കിടക്കുന്ന ആ സ്ഥലം, അവിടെ നൂറുകണക്കിന് സ്വഹാബിമാർ കിടന്നിട്ടുണ്ട്, നൂറുകണക്കിന് സ്വഹാബിമാർ. മഹാനായ അംറു ബിനുൽ ജമൂഹ് റളിയല്ലാഹു തആല അൻഹു അവിടെ മറവ് ചെയ്യപ്പെട്ട സ്വഹാബിയാണ്.
അവരുടെ കൂടെയുണ്ട് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങളന്ന് ഉഹദിൽ ബഹുമാനപ്പെട്ട എന്റെ ഉപ്പയെയും ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹുമ രണ്ടുപേരെയും ഒരു ഖബറിലാണെന്ന് മറവ് ചെയ്തത്. കാരണം ഒരുപാട് ഖബർ ഒഴിക്കാൻ കഴിയില്ല, ഉറച്ച മണ്ണല്ലേ, ഉറച്ച പാറ പോലത്തെ നാടാണ്, ഒരുപാട് ഖബർ ഒഴിക്കാൻ പറ്റൂല. ഒന്നിലേറെ മയ്യിത്തുകളെ ശുഹദാക്കളെ ഒരു ഖബറിൽ മറവ് ചെയ്തിട്ടുണ്ടെന്ന്